ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഒരിക്കൽ കൂടി ഈ കോസ്മോസ് ബൈബിൾ സ്കൂളിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരും സ്വാഗതം ചെയ്യുവാണ്. തുടർച്ചയായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വിലയേറെ വചനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകം എങ്ങനെ പഠിക്കണം എന്ന് നമ്മൾ പല രീതിയിൽ നമ്മൾ പഠിച്ചുകൊണ്ട് വരികയാണ്. കഴിഞ്ഞ നമ്മുടെ ലെസണിൽ നമ്മൾ പഠിച്ചത് ആദാം തൊട്ട് നോഹ വരെ, നോഹ തൊട്ട് അബ്രഹാം വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ 2 ലെസണിൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അബ്രഹാം തൊട്ട്, അതായത് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു സ്ലൈഡ് നോക്കാം. ആ സ്ലൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ആദാമിന് 3 മക്കളായിരുന്നു. നമുക്കറിയാം പേര് ഉള്ളത് 3. പക്ഷേ ആദാമിന് ശരിക്കും പറഞ്ഞാൽ കുറേ മക്കളുണ്ട് എന്നാണ് നമ്മളെ വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ ഒരികൂടെ നമ്മൾ വായിക്കാം. ഉൽപ്പത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1-2 നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 4 വേഴ്സ് 1 and 2. ഉൽപ്പത്തി 4:1-2. അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹവ്വായെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് കായിനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവൾ അവൻ്റെ അനുജനായ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആട്ടിടയനും കായിൻ കൃഷിക്കാരനും ആയിത്തീർന്നു. ആദാമിന് ആദ്യം 2 മക്കളാണ്. ആദ്യത്തെ മനുഷ്യൻ കായിൻ, രണ്ടാമത്തെ ആള് ആബേൽ. മൂന്നാമത്തെ ആൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ഉൽപ്പത്തി 4:25 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 4 വേഴ്സ് 25. ആദാം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. കായിൻ കൊന്ന ആബേലിന് പകരം ദൈവം എനിക്കൊരു മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. അപ്പോൾ മൂന്നാമത്തെ മകന് ശേത്ത്. ഈ ശേത്ത് മുഖാന്തരമാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ആദാമിന് ഈ 3 മക്കൾ മാത്രം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. തുടർച്ച നമ്മൾ വായിക്കുമ്പോൾ 5-ാം അധ്യായം നമ്മൾ വായിക്കാം. 5-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 5-ാം അധ്യായം ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 5 വേഴ്സ് 3. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിന് ജനിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പോൾ 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുവാണ്, സേത്തിന് ശേഷം പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു. എത്ര നമുക്ക് എണ്ണം അറിയില്ല, പക്ഷെ 1-ന് മുകളിലുണ്ട്. അപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത ഈ ശേത്ത് മുഖാന്തരമാണ് തുടർച്ചയായിട്ട് സന്തതി വരുന്നു. ആ ശേത്തിൻ്റെ വഴിയിലാണ് ആര് വരുന്നതെന്ന് വെച്ചാൽ നോഹ വരുന്നു. നമ്മൾ അതാണ് ഈ പഠനത്തിൽ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഈ സ്ലൈഡിലേക്ക് നമ്മൾ വീണ്ടും പോവാം. അതായത് ആദാമിന് 3 മക്കള്, കായിന് വന്ന് കായിൻ, സേത്തും പിന്നെ ഹാബേലും. അപ്പോൾ സേത്തിൻ്റെ വഴിയിലാണ് നോഹ വരുന്നത്. നോഹയുടെ വഴിയിൽ 3 മക്കളായിരുന്നു അല്ലേ? നമ്മൾ വായിക്കാം. ഉൽപ്പത്തി 10-ാം അധ്യായം 1-ാം വാക്യം. ഉൽപ്പത്തി 10:1. The book of Genesis chapter 10 verse 1. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാബേത്ത് എന്നിവർ. ഷേം. അപ്പോൾ ഈ ഷേം മുഖാന്തരമാണ് വീണ്ടും ജനനം തുടങ്ങുന്നത്. അതായത് ആദാമിന് 3 മക്കൾ, പേരുള്ള മക്കൾ 3 ഷേത്താണ്. ഷേത്തിൻ്റെ സന്ധ്യയിൽ നോഹ വരുന്നുണ്ട്. നോഹന് 3 മക്കളായിരുന്നു. ഷേം, ഹാം, യാപ്പേത്താണ്. അതിൽ ഷേം മുഖാന്തരം വീണ്ടും വരുവാണ്. ഈ ഷേമിൻ്റെ സന്ധ്യയിലാണ് അബ്രഹാം വരുന്നു. നമുക്കറിയാം അബ്രഹാമിൻ്റെ സന്ധ്യ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയാണ് നമ്മൾ നിർത്തിയത്. ഉൽപ്പത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 11 വേഴ്സ് 27. 27-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി 11:27. തേരാഹിന്റെ വംശപാരമ്പര്യമാവത്, തേരാഹ് അബ്രഹാമിനെയും നാഹോരിനെയും ആരാനെയും ജനിപ്പിച്ചു. റൈറ്റ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തേരാഹിൻ്റെ 3 മക്കളായിരുന്നു. അപ്പോൾ ഇതിൽ അബ്രഹാം വരുന്നു. നമുക്കറിയാം ഈ അബ്രഹാമിന് എത്ര മക്കളുണ്ടായിരുന്നു എന്ന് നമ്മൾ ചോദിച്ചാൽ
അബ്രഹാമിന് മൊത്തം 8 മക്കളാണ്. 3 ഭാര്യയിലൂടെ 8 മക്കളുണ്ടായി. നമുക്കറിയാം ആദ്യത്തെ ഭാര്യ സാറ. നമുക്കറിയാം ഇവിടെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 11 അധ്യായം 29 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി 11:29, ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 11 വേഴ്സ് 29. അബ്രഹാമും നാഹോറും ഭാര്യമാരെ എടുത്തു. അബ്രഹാമിന്റെ ഭാര്യയ്ക്ക് സാറ എന്നും അബ്രഹാമിന്റെ ഭാര്യയ്ക്ക് സാറ എന്നും നാഹോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. റൈറ്റ്. അപ്പോൾ നമുക്ക് അറിയാം ഇവിടെ അബ്രഹാമിന്റെ ഭാര്യ സാറായാണ്. അപ്പോൾ നമുക്കറിയാം സാറായിക്കും അബ്രഹാമിനും കുറേ വർഷങ്ങൾ കൊച്ചില്ലാതായി. അപ്പോൾ സാറായുടെ ഒരു ആഗ്രഹമായിരുന്നു. അത് മുഖാന്തരം വീണ്ടും ഒരു അടിമപ്പെണ്ണെ എടുത്തു. നമ്മൾ വായിക്കാം ഉൽപ്പത്തി 16:1-2 വായിക്കുമ്പോൾ, ഉൽപ്പത്തി 16:1-2 നമ്മൾ വായിക്കുമ്പോൾ, അബ്രഹാമിന്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവൾക്ക് ആഗാർ എന്നു പേരുള്ള ഒരു മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്കൊരു മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു. അബ്രഹാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. റൈറ്റ്. അപ്പോൾ രണ്ടാമത്തെ നോക്കുമ്പോൾ അബ്രഹാമിന് രണ്ടാമത്തെ ഒരു ഭാര്യയായിട്ട്, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു അടിമപ്പെണ്ണെ എടുക്കുവാണ്, ഹാഗാറിനെ. മൂന്നാമത്തെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു അബ്രഹാമിന്. ഉൽപ്പത്തി പുസ്തകം 25 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി 25:1 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 25 വേഴ്സ് 1. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾക്ക് കേത്തുറ എന്നു പേർ. റൈറ്റ്. അപ്പോൾ കേത്തുറ എന്ന് പറഞ്ഞ് മൂന്നാമത്തെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അബ്രഹാമിന് 3 ഭാര്യമാരാണ്. ആദ്യത്തെ ആൾ സാറ, കൊച്ചില്ലായിരുന്നു. അപ്പോൾ സാറാൾ അവളുടെ അടിമപ്പെണ്ണെ കൊടുത്തു, ഹാഗാറിനെ. പിന്നെ മൂന്നാമത്തേതായിട്ട് അബ്രഹാം കേത്തുറ എന്ന ഒരു ഭാര്യയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ഭാര്യയുടെ കൂടെ 8 മക്കളായിരുന്നു അബ്രഹാമിന്. അപ്പോൾ ആദ്യത്തെ നമുക്കറിയാം സാറ മുഖാന്തരം വന്ന കൊച്ചിൻ്റെ പേര് നമുക്കറിയാം, ഈസാക്ക് അല്ലേ. നമ്മൾ വായിക്കാം ഉൽപ്പത്തി 18 അധ്യായം, ഉൽപ്പത്തിൻ്റെ പുസ്തകം 19 അധ്യായം 19. റൈറ്റ്. 19 ഉൽപ്പത്തി 21:1-3. ഉൽപ്പത്തി 21:1-3. ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 21 വേഴ്സ് 1-3. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. സാറ അബ്രഹാമിന് പ്രസവിച്ച മകന് അവൻ ഇസാക്ക് എന്ന് പേരിട്ടു. അപ്പോ സാറയുടെ മുഖാന്തരം വന്ന കൊച്ച് ഇസാക്കാണ്. അതുപോലെ ആഹാർ നമ്മൾ നോക്കുമ്പോൾ ആഹാറിന് ഒരു കൊച്ചുണ്ടായി. നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി 16:11 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി 16:11 വായിക്കാം, 15 വായിക്കാം. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കുക കൊണ്ട് അവന് ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം. അപ്പോൾ ആദ്യം തന്നെ വഴിയിൽ തന്നെ ദൈവദൂതൻ ഹാഗാറെ കാണുമ്പോൾ പറഞ്ഞ കാര്യമാണ്, അവന് ഇസ്മായേൽ എന്ന് പേരിടണമെന്ന് പറഞ്ഞ്. 15 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 16 വേഴ്സ് 15. പിന്നെ ഹാഗാർ അബ്രഹാമിന് ഒരു മകനെ പ്രസവിച്ചു. ഹാഗാർ പ്രസവിച്ച തൻ്റെ മകന് അബ്രഹാം ഇസ്മായേൽ എന്ന് പേരിട്ടു. അപ്പോൾ രണ്ടാമത്തെ ആള് ആഹാർ മുഖാന്തരം ഇസ്മായേൽ. ശരിക്കും പറഞ്ഞ് ജനിച്ചത് ആദ്യം ആഹാർ മുഖാന്തരം ഇസ്മായേലാണ് ആദ്യം ജനിച്ചത്. ഏകദേശം ഈസാക്ക് ജനിക്കുമ്പോൾ ഇസ്മായേലിന് എത്ര പ്രായമുണ്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ, ഉൽപ്പത്തി 17
25 നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി 17:25. അവന്റെ മകനായ ഇസ്മവേൽ പരിച്ഛേദനയേറ്റപ്പോൾ അവന് 13 വയസ്സായിരുന്നു. അപ്പോൾ 13 വർഷം. അപ്പോൾ ഇസ്മവേൽ ജനിച്ച് 13 വർഷം കഴിഞ്ഞ ശേഷമാണ് ഈസാക്ക് ജനിച്ചത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ കൊച്ച്, ആദ്യത്തെ ഭാര്യ സാറ ആണ്. അത് മുഖാന്തരം ഒരു ഈസാക്ക് ജനിക്കുവാണ്. അതുപോലെ ആഹാർ മുഖാന്തരം ഇസ്മവേൽ ജനിക്കുവാണ്. തുടർച്ചയായിട്ട് കേത്തുറാക്ക് നമ്മൾ നോക്കുമ്പോൾ കേത്തുറാക്ക് 6 മക്കളുണ്ടായിരുന്നു. നമ്മൾ ദൈവത്തിൻ്റെ വിലയേറെ പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തിൻ്റെ പുസ്തകം 25-ാം അധ്യായം 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി 25 1, 2 വായിക്കാം. 1, 2, 3. ഉൽപ്പത്തി 25-ന്റെ 1, 2, 3. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾക്ക് കേത്തുറ എന്ന് പേർ. അവൾ സിമ്രാൻ, യോസ്താൻ, മേദാൻ, മിത്യാൻ, ഇസ്പാക്ക്, ശുവാ എന്നിവരെ പ്രസവിച്ചു. യോക്താൻ ശബായെയും തേദാനെയും ജനിപ്പിച്ചു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 6 മക്കളാണ്. കേത്തുറ മുഖാന്തരം 6 മക്കളാണ്. അപ്പോൾ മൊത്തം അബ്രഹാമിന് 8 മക്കൾ, 3 ഭാര്യകളോടുകൂടെ 8 മക്കളുണ്ടായിരുന്നു. അതിനുശേഷം ഈസാക്ക് നമുക്കറിയാം. ഈസാക്കിൻ്റെ ഭാര്യൻ്റെ പേര് നമുക്ക് ഏവർക്കും അറിയാം, റെബേക്കാളാണ്. ഉൽപ്പത്തിൻ്റെ പുസ്തകം 25-ാം അധ്യായം 24-ാം അധ്യായം 67-ാം വാക്യം. ഉൽപ്പത്തി 24-67. ഉൽപ്പത്തി, ദ ബുക്ക് ഓഫ് ജെനസിസ്, ചാപ്റ്റർ 24:67. ഇസ്ഹാക്ക് അവളെ തൻ്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവൻ റെബേക്കായെ പരിഗ്രഹിച്ചു. അവൾ അവന് ഭാര്യയായി തീർന്നു. അവന് അവളിൽ സ്നേഹമായി. ഇങ്ങനെ ഇസ്ഹാക്കിന് തൻ്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു. അതായത് ഈസാക്കിൻ്റെ ഭാര്യയുടെ പേര് നമുക്കറിയാം, റെബേക്കാൾ. ഈ റെബേക്കാന് ഇവർ ഈസാക്കിനും റെബേക്കാനും കൊച്ചുങ്ങളില്ലായിരുന്നു. പിന്നെ ഈസാക്ക് റെബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം കേട്ടു. അപ്പോൾ 2 കൊച്ച് ഉണ്ടാവുകയാണ്. ഏകദേശം നമ്മൾ പറഞ്ഞാൽ ഒരു ട്വിൻസ് എന്ന് പറയാം. ശരിക്കും പറയുമ്പോൾ ഉൽപ്പത്തി 25-ന്റെ 23-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി 25-ന്റെ 23 വാക്യം, 23-ൽ നമ്മൾ വായിക്കുമ്പോൾ, യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിൽ ഉണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും. മൂത്തവൻ ഇളവനെ സേവിക്കും എന്ന് അരുളി ചെയ്തു. റൈറ്റ്. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ ഗർഭത്തിൽ 2 കൊച്ചുങ്ങളുണ്ട്, 2 ജാതിയാവുന്നാണ് അവിടെ വന്ന് പഠിപ്പിക്കുന്നത്. തുടർച്ചയായിട്ട് നമ്മൾ വായിക്കുമ്പോൾ 24 നമ്മൾ വായിക്കാം, 24, 25, 26 വായിക്കാം. അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ട പിള്ളകൾ അവളുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്നു. ഇരട്ട പിള്ളകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്ന് മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു. അവന് ഏശാവ് എന്ന് പേരിട്ടു. അപ്പോ അവന്റെ ആദ്യത്തെ കൊച്ചിന്റെ പേര് ഏശ, ആദ്യം വന്നത് ആള്. പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്ന് അവന്റെ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരിക്കുന്നു. അവന് യാക്കോബ് എന്ന് പേരിട്ടു. അപ്പോ ഇതുവരെ നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തിയുടെ ഏകദേശം നമ്മൾ മെയിൻ പിതാക്കന്മാരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആദാം തൊട്ട് നമ്മൾ നോക്കുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുവാണ്. ആദാമിന് ആദ്യം 3 മക്കൾ, പേരുള്ള മക്കൾ 3 ആദ്യത്തെ മകൻ കായൻ, അടുത്ത ആള് ആബേൽ, അതിനുശേഷം ഷേത്ത് ഉണ്ടായി. അതിനുശേഷം ഷേത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു. എത്ര മക്കൾ നമുക്കറിയില്ല. പിന്നെ ഷേത്തിൻ്റെ വഴിയിൽ നമ്മൾ വരുമ്പോൾ നോഹ വരുന്നു. നോഹയുടെ വഴിയിൽ വരുമ്പോൾ നോഹന് ഷേം, കാം, യാപേത്ത് 3 മക്കളുണ്ടായിരുന്നു. അതിന് ഷേമിൻ്റെ സന്തതി മുഖാന്തരം വരുവാണ് അബ്രഹാം. അബ്രഹാമിന് നമുക്കറിയാം 3 ഭാര്യമാരുണ്ടായിരുന്നു. സാറ, അതുപോലെ ഖേത്തുറാൾ, അതുപോലെ ഹാഗാർ. ഹാഗാറിന് ആദ്യത്തെ മകൻ ഇസ്മായിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം സാറാന് വന്ന് ഈസാക്ക് ഉണ്ടായി. ഖേത്തുറാ മുഖാന്തരം 6 മക്കളുണ്ടായിരുന്നു. 8 മക്കളുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും നമ്മൾ നോക്കൂ, ദൈവം അബ്രഹാമിൻ്റെ വാഗ്ദത്തം ചെയ്ത മകനായ ഈസാക്ക്,
അപ്പോൾ ഈസാക്കിന് നമ്മൾ നോക്കുമ്പോൾ ഈസാക്കിൻ്റെ ഭാര്യ റെബേക്കാൾ, ഈസാക്കിന് റെബേക്കാളിനും ഇരട്ട കൊച്ചുകളായ ഉണ്ടായത്. അപ്പോൾ ഒരാളുടെ പേര് ഏശാവും, ഇനിയൊരാളുടെ പേര് യാക്കോവും. അപ്പോൾ ഇതോടെ നമ്മൾ നിർത്തുവാണ് ഇന്നത്തെ പഠനം. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ വ്യക്തിപരമായിട്ട് ഞങ്ങൾ വിളിക്കാം. അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഇനി അധികമായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ താഴെ കാണുന്ന നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കാം. തുടർച്ചയായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധിക്കും. നന്ദി, നമസ്കാരം.